ജൂൺ ജൂലൈ മാസത്തിൽ ആ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ജൂണും ജൂലൈയും ഞാൻ ഇതുവരെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ചൂടെന്നൊക്കെ വെച്ചാൽ ഇമാതിരി ചൂടുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരി, അത് പോട്ടെ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സൗത്താംപ്ടണിൽ നിന്ന് ബ്രിഡ്ജ് വാട്ടറിലോട്ട് നമ്മൾ ട്രെയിനിലാണ് പോകണം. ഈ വഴിയിലൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് യാത്ര ചെയ്യാൻ പോണത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലാകത്ത് 3 ബോഗിയുള്ളൂ. വെറൈറ്റി അല്ലേ ഇത്? പുറത്തൊക്കെ ഫുൾ പച്ചപ്പും ഹരിതാപം ഒക്കെയാണ് കേട്ടോ. അതിനിടയിൽ കുറച്ച് ഫുഡ് അടി. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ടിക്ക റാപ്പാണ്. എത്രയൊക്കെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വെച്ചാലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ നാട്ടിലെ ഫുഡുമായിട്ട് തന്നെ പോകും. റാപ്പല്ല കേട്ടോ, ചിക്കൻ ടിക്ക നമ്മുടെ നാട്ടിൽ തരും. ഇത്രയും ചൂടിനിടയ്ക്ക് വെള്ളം കൂടി കുടിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനവും. ചിലപ്പോഴൊക്കെ വെള്ളം കുടിക്കാനുണ്ട് എന്നുള്ള കാര്യമേ മറക്കാറുണ്ട്. ചൂടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴുണ്ട് ഇതാ ഒരു സ്റ്റേഷൻ, ബാത്ത് സ്പാ. ചൂടത്ത് നാട്ടിലൊക്കെ ആണെങ്കിൽ പുഴയിലും കുളത്തിലൊക്കെ പോയി ചാടി കുളിക്കാൻ തോന്നാറുണ്ടല്ലോ. എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. അതൊക്കെ ഇനി പറഞ്ഞിട്ടുണ്ട്. അതല്ലല്ലോ നമ്മുടെ ടോപ്പിക്ക്. ഇവിടെ ഇനി നമ്മൾ ഏകദേശം 40 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനിടയിൽ തന്നെ എൻ്റെ നെക്സ്റ്റ് ഫുഡ് അടിയായി. എത്ര കഴിച്ചാലും ശരീരത്തിൽ കാണാത്തതുകൊണ്ട് വൻ തീറ്റാണ് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനിലും 2 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. പിന്നെ പോയി നോക്കുമ്പോൾ ട്രെയിൻ എത്തിയിരിക്കണം. ആ ചുവപ്പ് കളറാണ്, അത് എൻ്റെ സീറ്റാണ്, റിസർവ്ഡ് സീറ്റ്. ഇവിടുന്ന് 40 മിനിറ്റ്സ് യാത്രയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം എന്തൊക്കെയോ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താറായിരിക്കുന്നു. അതിന് മുന്നേ ഈ കാണുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് സൈക്കിൾ വെക്കാനാണ്. നമ്മളിനി സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടുന്ന് കുറച്ച് നേരം നടക്കാനുണ്ട്. ഇതാണ് കേട്ടോ ട്രെയിൻ. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും മുളഞ്ഞും ഒക്കെ നടന്നിട്ട് ഇനി ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തോട്ടാണ് എത്തുന്നത്. നമ്മുടെ കുഞ്ഞിനെ ഡേ കെയറിലാക്കിയിട്ട് ചേച്ചി അവിടെ വെയിറ്റിംഗ് ആണ്. ഞാനാണെങ്കിൽ വെയിലത്ത് നടന്ന് എൻ്റെ ഊപ്പാട് തെറിച്ചു കേട്ടോ. അതിനിടയിൽ കുറച്ച് പൂക്കൾ കണ്ടപ്പോൾ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. ആ പാട്ടാണ് എനിക്ക് പൂക്കൾ കണ്ടപ്പോൾ ഓർമ്മ വന്ന്. ടീച്ചറോ എൻ്റെ കണ്ണ് തള്ളി. പിന്നെ അത് കൂടെ ഞാനിങ്ങനെ നടക്കുമ്പോൾ പണ്ടത്തെ അല്ല മൂവീസിലൊക്കെ കാണുന്ന സീന് പോലെ ഇല്ലേ. പിന്നെ ഈ മരം കണ്ടിട്ട് ആൽമരം പോലെ തോന്നിയില്ലേ? എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിയെ കണ്ടുമുട്ടിയിട്ടോ. ഞാൻ കണ്ടാൽ കൂടി ഇനി വീട്ടിലോട്ട് നടക്കുകയാണ്. ബാക്കി എല്ലാ വിശേഷങ്ങളും നെക്സ്റ്റ് വീഡിയോയിൽ. ടാറ്റ, ബൈ ബൈ.